വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണപതി ഭഗവാനെ ഉപാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കാര്യങ്ങൾ നിർവിഘ്നം നടത്തുന്നതിനും കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്നതിനും കഴിവുള്ളവനും അറിവിൻ്റെ ദേവനുമാണ് ഗണപതി. ഈ ഉപാസനാമൂർത്തിയുടെ വാഹനം എലിയാണ്. ശുഭകാര്യങ്ങളുടെ അവിഘ്ന പരിസമാപ്തിക്കായി ഗണപതിയെയാണ് സകലരും പൂജിക്കുന്നത്. വിദ്യയുടെ അധിഷ്ഠാന ദേവത ആയതുകൊണ്ടാണ് വിദ്യാരംഭത്തിനു മുമ്പ് ഹരിശ്രീ ഗണപതയേ നമ എന്ന് ചൊല്ലി ഗണപതിയെ നമിക്കുന്നത്. എല്ലാ വൈദിക താന്ത്രിക കർമ്മങ്ങളും ഗണപതി നിവേദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. വിഗ്രഹ ശാസ്ത്രഗ്രന്ഥത്തിൽ ഗണപതിക്ക് പല രൂപങ്ങളും പറയുന്നുണ്ട്. വിനായകൻ, ഗണാധീശൻ, വിഘ്നേശ്വരൻ, പ്രമഥാധിപൻ, ഗണേശൻ, ബീജഗണപതി, ഹേരംബൻ, വക്രതുണ്ടൻ, ബാലഗണപതി, ഭക്തിവിഘ്നേശ്വരൻ, ശക്തിഗണേശൻ, ദ്വിജഗണാധിപൻ, പിങ്കളഗണപതി, തരുണഗണപതി, വീരഗണപതി, ദ്വിജഗണപതി, സിദ്ധിഗണപതി, മഹാഗണപതി, ഹരിദ്രാഗണപതി, ഋണമോചന ഗണപതി, സങ്കടഹര ഗണപതി, വിജയഗണപതി, നൃത്തഗണപതി, ഊർധ്വഗണപതി, സിംഹഗണപതി, ഉച്ഛിഷ്ടഗണപതി, ലക്ഷ്മി ഗണേശൻ, ക്ഷിപ്രഗണപതി തുടങ്ങിയ ഗണപതിമാരാണ് ഉള്ളത്. വിവിധ രീതിയിലുള്ള ഗണപതി വിഗ്രഹങ്ങളും പ്രചാരത്തിലുണ്ട്. തുമ്പിക്കൈ ഇടത്തോട്ട് പിരിഞ്ഞു കാണുന്ന വിഗ്രഹങ്ങളെ ഇടംപിരിയെന്നും വലത്തോട്ട് പിരിഞ്ഞു കാണുന്നതിനെ വലംപിരിയെന്നും പറയുന്നു. ഭക്തി ഗണപതിയുടെ വിഗ്രഹത്തിൽ ശരീരഭാഗം സ്ത്രീരൂപത്തിലുള്ളതായി കാണപ്പെടുന്നു. ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നതുകൊണ്ട് പ്രത്യേക ഫലങ്ങൾ ലഭിക്കുന്നു. ബാലഗണപതിയെ ആരാധിക്കുന്നതിലൂടെ അഭിഷ്ടസിദ്ധിയും വീരഗണപതിയിലൂടെ ശത്രുനാശവും ഉച്ഛിഷ്ടഗണപതിയിലൂടെ വ്യവഹാര വിജയവും വ്യാപാര വിജയവും ശക്തി ഗണപതിയിലൂടെ ഭയമോചനം, വശ്യം, സമൃദ്ധി എന്നിവയും ലക്ഷ്മി വിനായകനിലൂടെ ഐശ്വര്യം, സമ്പത്ത്, വശ്യം എന്നിവയും ലഭിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ക്ഷിപ്രഗണപതിയെ ആരാധിക്കുന്നു. വിഘ്നനിവാരണത്തിനും ബാധാശാന്തിക്കുമായി വിഘ്നഗണപതിയെയും സർവാഭിഷ്ടസിദ്ധി, വിജയം എന്നിവയ്ക്കായി മഹാഗണപതിയെയും ആരാധിക്കേണ്ടതാണ്. സ്ത്രീകൾ സന്താനലബ്ധിക്കായി ഹരിദ്രാഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ദുഃഖ വിമോചനത്തിന് സങ്കടഗണപതിയെയും ഋണനിവാരണത്തിന് ഋണമോചന ഗണപതിയെയും ആരാധിക്കുന്നു. ലോകവശ്യത്തിനായി ത്രൈലോക്യ മോഹന ഗണപതിയെയും ആഗ്രഹസാഫല്യം, മന്ത്രസിദ്ധി എന്നിവയ്ക്കായി സിദ്ധി ഗണപതിയെയും ആരാധിക്കുന്നു. അപ്പം, അട, മോദകം എന്നിവയാണ് ഗണപതിയുടെ ഇഷ്ടനിവേദ്യം. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഗണപതിയുടെ നടയിൽ തേങ്ങ അടിക്കുന്ന പതിവുണ്ട്. നാളികേരം ഛിന്നഭിന്നമാകുന്നതോടെ പ്രതിബന്ധങ്ങളും നീങ്ങും. ഏത്തമിടലും ഗണപതി നടയിൽ നടത്തുന്ന ഒരു ആരാധനാരീതിയാണ്. ഗണപതിയെ ആരാധിക്കുന്നതിനു മാത്രമാണ് ഏത്തമിടൽ നടത്തുക. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്ന് ഗണപതി ഹോമം, മറ്റ് ഗണപതി പൂജകൾ തുടങ്ങിയവ നടത്തുന്നത് അതിവിശേഷമാണ്. ഗണപതി ഹോമം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.